ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ശ്രുതിയെയും സുധിയെയുമാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ജോലിയില്ലെങ്കിൽ നാട്ടിലും വീട്ടിലും വില കാണില്ല, ബഹുമാനം ഉണ്ടാവില്ല. സച്യ വീട്ടുകാര്യങ്ങൾ നോക്കുന്നേ. ശ്രുതിക്കൊരു ജോലിയില്ലെങ്കിൽ രേവതിക്ക് മുന്നിൽ ഞാൻ ചെറുതായി പോവും. അവൾ എന്നെ വിലവെക്കില്ല, ബഹുമാനിക്കേയില്ല. ശ്രുതി, ഈ ജോലി ഉപേക്ഷിക്കരുത് പ്ലീസ്. എനിക്ക് വേണ്ടി. നീ പേടിക്കണ്ട, ഞാൻ പിടിച്ചു നിന്നോളാം. ഈ ജോലി ഞാൻ ജോളിയായിട്ടെടുക്കാം. നിൻ്റെ കൂടെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഓക്കെയാ. താങ്ക്സ്. രണ്ടുപേരും കരിക്കു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി നമുക്കൊരു സെൽഫി എടുത്താലോ? അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഫോട്ടോസൊക്കെ നോക്കുകയാണ്. കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇത് എത്ര വയസ്സിലെടുത്തേ? ഒരു 7 വയസ്സ് കാണും. ഇതേ കോസ്റ്റ്യൂമിൽ ഇപ്പോഴൊന്ന് കാണാൻ പറ്റുമോ? വേണ്ട. അല്ലടോ, ഇതേ കോസ്റ്റ്യൂമിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഇപ്പം നന്നായിരിക്കണ്ട, അയ്യട എന്നൊക്കെ പറഞ്ഞ അവൾ ചെവിക്കൊക്കെ പിച്ചാണ് അവൻ്റെ. അവരുടെ ചിരിയും കളിയും കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എടോ, നന്നായിരിക്കും, ഞാനല്ലേ പറയുന്നേ, ഒന്ന് പോ ശ്രുതി, ചുമ്മാ ഓരോന്ന് എന്ന് പറഞ്ഞവൾ എണീക്കുകയാണ്. അപ്പോൾ അവൻ പിന്നെയും പിടിച്ചു വെക്കുകയാണ്. ഏയ് പോവല്ല, അവിടെ ഇരിക്ക്. രേവതി ആ സമയത്ത് ചിന്തിക്കുന്നത് സച്ചിയെക്കുറിച്ചാണ്. ഇതെന്താ പറ്റിയേ? തലയിലെന്താ ഒരു കെട്ടൊക്കെ? ഏയ് എന്ന് പറഞ്ഞവൻ കൈ തട്ടി മാറ്റുകയാണ്. ഒട്ടരുത്. ആ ടൈം നോക്കി ചന്ദ്രയും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് രേവതിയെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും ചന്ദ്ര വലിഞ്ഞു നോക്കുവാണ് സുധിയെയും. എന്നിട്ട് വിളിക്കുകയാണ്, മോളെ ശ്രുതി. എന്താ അമ്മേ? ആൻറ്റി വരുന്ന ആൻറ്റി. ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കും, പോ അവിടുന്ന്. എന്താ ആൻറ്റി? അകത്തുനിന്ന് രണ്ടുപേരും ചിരിക്കുന്ന ശബ്ദം കേട്ടു. ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നതാ, ശ്രുതിയുടെ ഓരോരോ കാര്യം. മനസ്സിലായി തമാശ. പിന്നെ മോളെ, നീയും ശ്രുതിയും മുറിയിൽ കയറിയിരിക്കുമ്പോൾ കഥ കടക്കണം. ഞാൻ വരുമ്പോഴേ രേവതി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല ആൻറ്റി, ചുമ്മാ നോർമലായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നതാ. രേവതി കേൾക്കുന്നില്ല ഇതൊക്കെ. അതിനൊന്നുമില്ല മോളെ, പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണം, പക്ഷേ രേവതി വീട്ടിലുള്ളപ്പോൾ പുറത്തൊന്ന് ശ്രദ്ധിക്കണം എന്നേ ആൻറ്റി പറഞ്ഞുള്ളൂ. അവളുടെ ഭർത്താവ് അവളോട് ഇതുവരെ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് വിഷമവും അസൂയയും തോന്നും. അവളുടെ കണ്ണുകൊള്ളും നിങ്ങൾക്ക്. രേവതിയുടെ ഹസ്ബൻഡ് അവളെ സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിക്കാറുണ്ടല്ലോ. എന്താ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തോ മറച്ചു വെച്ച കാര്യം പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ. അങ്ങനെയൊരു സ്വഭാവക്കാരനവൻ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇതുവരെ അവർ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്നു. അത് കാണുമ്പോൾ അവൾക്ക് സഹിക്കുമോ? അവളുടെ ദൃഷ്ടിദോഷം ഏൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൾ ഇവിടെ ഉള്ളപ്പോൾ മോൾ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി. മോള് മുറിയിലേക്ക് ചെല്ല്, ശ്രുതി കാത്തിരിക്കുകയല്ലേ, ചെല്ല്. അവൾ മുറിയിലേക്ക് പോകാനിരിക്കെ അപ്പോഴേക്കും ശ്രുതി ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എന്നിട്ട് പറയാണ്, ശ്രുതി ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ശരി. അപ്പോൾ അമ്മ പറയാണ്, എന്താടാ എന്നോട് പറയാതെ പോകുന്നേ? ഭാര്യ വന്നതോടെ എന്നെ കണ്ണിൽ കാണാതായോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടാ. പോയിട്ട് വാ. ശ്രുതി, ആ ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്യണേ. എനിക്ക് ഒരു ആൽബം സെറ്റ് ചെയ്യാനാ. ശരി അമ്മേ. ഏത് ഫോട്ടോയുടെ കാര്യം അവൻ പറഞ്ഞേ? ഏത് ഫോട്ടോസാ? അത് എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നു, അതാ. അതൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടോ? ആൻറ്റി ഒന്ന് കാണട്ടെ. വാ ആൻറ്റി. ആൻറ്റി ഫോട്ടോസൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പറയാണ്, എന്തൊരു ഭംഗിയാ, നല്ല സുന്ദരി കുട്ടി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നെടുത്ത ഫോട്ടോസാണല്ലോ. കുട്ടിക്കാലത്ത് മോള് മലേഷ്യയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതാൻറ്റി, അച്ഛൻ മലേഷ്യയിൽ വലിയ ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടുത്തെ ഒരു ഗ്രാമത്തിലായിരുന്നു താമസം. അതിൻ്റെ. അത് ശരി. അപ്പം മലേഷ്യയിലെ ഗ്രാമവും നമ്മുടെ കേരളത്തിലെ ഗ്രാമവും ഒരുപോലെയല്ലേ? അതെ. നിൻ്റെ അച്ഛൻ്റെ പിണക്കമൊക്കെ മാറട്ടെ മോളെ. എനിക്കും പോകണം മലേഷ്യയിൽ. ശ്രുതി ചിരിക്കുകയാണ് അത് കേട്ടിട്ട്. അപ്പോൾ ആൻറ്റി വീണ്ടും പറയാണ്, ചെറിയ നിലയിൽ നിന്നും വളർന്ന് വലിയ നിലയിലെത്തിയതല്ലേ മോളുടെ അച്ഛൻ? അതെ. മോളുടെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ. അത് അച്ഛൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ആൻറ്റി.
അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് പോലും എനിക്ക് കാണണ്ട ആൻറ്റി. അവളെ തന്നെ നോക്കി നിന്ന ചന്ദ്ര പറയാണ്, എന്തൊരു ദേഷ്യം മോൾക്ക്. എല്ലാം ഒരു ദിവസം ശരിയാവും മോളെ. മോള് കണ്ടോ, ഭരതനാട്യത്തിൻ്റെ ഈ ഫോട്ടോ നന്നായിട്ടുണ്ട് മോളെ. മോൾക്ക് ഭരതനാട്യം അറിയോ? ആ ആൻറ്റി, ഞാൻ ചെറുതിൽ പഠിച്ചിട്ടുണ്ട്. ഞാനും ചെറിയ പ്രായത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭരതനാട്യമൊക്കെ അറിയായിരുന്നു. ആ സത്യം ആൻറ്റി, സത്യം. എൻ്റെ അരങ്ങേറ്റമൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം എത്ര സ്റ്റേജിൽ ഞാൻ കളിച്ചിട്ടുണ്ടെന്നറിയോ? ആ, ഞാനും കുറേ സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. എത്ര കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, എത്ര സമ്മാനങ്ങൾ നേടി. ആ, അതൊരു കാലം. ഇപ്പം പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ആൻറ്റി? എവിടെ? ഇവിടെ ഞാൻ ആടുന്ന ഡാൻസ് മോള് കാണുന്നുണ്ടല്ലോ. കാലിൽ ചിലങ്ക കെട്ടിയിട്ട് വർഷങ്ങളായി. കല്യാണം കഴിഞ്ഞതോടെ അതൊക്കെ പോയി. വലിയ നർത്തകിയാകണം എന്നായിരുന്നു ആഗ്രഹം. കല്യാണം കഴിയുന്നതോടെ അങ്ങനെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടരുത്. എത്രയോ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയുടെ അമ്മയായതിനു ശേഷം അവരുടെ ടാലൻറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ആൻറ്റിയും ആൻറ്റിയുടെ ടാലൻറ്റും പുറത്തെടുക്കണം. ഇനി അതൊന്നും നടക്കില്ല മോളെ, പ്രായമൊക്കെ കഴിഞ്ഞു. ഏയ്, കലയും വയസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏത് പ്രായത്തിലും ആടാം, പാടാം, വരയ്ക്കാം, അഭിനയിക്കാം. ഞാൻ വീണ്ടും പ്രാക്ടീസ് തുടങ്ങണമെന്ന് വിചാരിക്കുകയായിരുന്നു. ആൻറ്റിയും കൂടെ കൂടിക്കോ. ആൻറ്റി നിർത്തിയെടുത്തെന്ന് നമുക്ക് തുടങ്ങാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ. ഞാനിനി ആടിയിട്ട് ആര് കാണാനാ? അങ്ങനൊന്നും പറയല്ല ആൻറ്റി. ആൻറ്റി ഇപ്പോഴും യങ്ങാ. നമുക്കിപ്പോൾ തന്നെ തുടങ്ങിയാലോ? എണീക്ക് ആൻറ്റി. അതൊക്കെ വേണോ? ആ, ഇവിടുന്ന് കളിക്കാം. ഒരു 2 മിനിറ്റ്, ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. നിക്ക് മോളിതൊന്നും ചെയ്യണ്ട. രേവതി മോളെ, പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. അതിൻ്റെ ഒരിത് ഉണ്ടാവും. അതൊന്നും സാരില്ല ആൻറ്റി. എന്താ അമ്മേ? ആ, ഇങ്ങോട്ട് വാ. ഈ സോഫയും ടീപ്പോയും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്ക്. ആ, ഞാൻ വെച്ചോളാം ആൻറ്റി. വേണ്ട, നീ അവിടെ നിൽക്ക്. അവൾ തള്ളി വെച്ചോളും. വേറെ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുകയല്ലേ അവൾ. പറഞ്ഞത് കേട്ടില്ലേ, തള്ളി വെക്കാൻ. നന്നായി തള്ളിയിട്ട് അങ്ങോട്ട് വെക്ക്. നിൻ്റെ കൈക്കെന്താ ബലമില്ലേ? നന്നായി തിന്നുന്നുണ്ടല്ലോ. എല്ലാ സോഫയും അവിടെ നിന്നും രേവതിയെ കൊണ്ട് തന്നെ മാറ്റിച്ച് അങ്ങോട്ടിട് എന്ന് പറഞ്ഞിട്ട്. എന്താ നോക്കി നിൽക്കുന്നേ? അടുക്കളയിലേക്ക് ചെല്ലേ. നമുക്ക് തുടങ്ങാം ആൻറ്റി. രണ്ടുപേരും പാട്ടും വെച്ച് നന്നായിട്ട് നൃത്തമൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം കയ്യിൽ നിന്നും വിട്ടുപോയി. ശ്രുതിയുടെ കയ്യിൽ നിന്നും ആൻറ്റിയെ വിട്ടുപോയി. അപ്പോഴേക്ക് ചാഞ്ഞു പോയി. എന്നിട്ട് പറയാണ്, അയ്യോ ആൻറ്റി, എന്തെങ്കിലും പറ്റുമോ ആൻറ്റി? ഒന്നും പറ്റിയില്ല, സൂപ്പറായിരുന്നു ആൻറ്റി. ആൻറ്റി നന്നായിട്ട് ഡാൻസ് ചെയ്തു. കുറേ കാലത്തിന് ശേഷം ചെയ്തതല്ലേ മോളെ. അതപ്പോൾ വന്ന് ശരീരം വഴങ്ങുന്നില്ല. ആൻറ്റി ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ആൻറ്റി മുൻപ് എങ്ങനെയായിരിക്കും? ആൻറ്റി ഇതൊക്കെ നിർത്തണ്ടായിരുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആൻറ്റി അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രേവതിയും അവിടെ വന്നിട്ട് നോക്കുകയാണ് ഡാൻസ് ആടുന്ന കണ്ടിട്ട്. എന്നിട്ട് പറയണം, ആ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആ, അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ, ഇനിയിപ്പം നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അപ്പോൾ ശ്രുതിയും സന്തോഷത്തോടെ ചോദിക്കുകയാണ്, രേവതി നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? അപ്പോൾ ചന്ദ്ര പറയാണ്, ഇവക്കോ ഡാൻസ് ചെയ്യാനോ? ലോക്കൽ പാട്ട് വെച്ച് കൊടുത്താൽ ഡപ്പം കുത്തു വല്ലതും കളിക്കുമായിരിക്കും. ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക കഴിവാ മോളെ. അതിന് ദൈവാനുഗ്രഹം വേണം. ഇവൾക്കതില്ലല്ലോ. നോക്കി നിന്ന് കണ്ണു വെക്കാതെ പോയി ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവാ. ഓറഞ്ച് ഇല്ല അമ്മേ, ചായ വേണോ? എന്തെങ്കിലും എടുത്തിട്ട് വാ. ആ, ഇരിക്കല്ല ആൻറ്റി, കുറച്ചുകൂടി തുടങ്ങാം നമുക്ക്. ഇനിയോ? പറ്റില്ല ആൻറ്റി. ആൻറ്റി വീണ്ടും തുടങ്ങി. രണ്ടുപേരും പിന്നെയും കളിക്കുവാണ്. ചന്ദ്രയ്ക്ക് അവളുടെ ഭർത്താവിനെ കണ്ടപ്പോൾ വിഷമം തോന്നി. അതായത് ഒരുമാതിരിയായി. പറയാം, അയ്യോ ഇത് മൊത്തം പൊടിയാണല്ലോ, എത്ര തൂത്താലും പോവില്ലല്ലോ എന്ന് പറയാണ്. ഡാൻസ് ആടുന്നതാണ് കണ്ടത്. അപ്പോൾ ശ്രുതി പറയാണ്, അങ്കിൾ ആൻറ്റി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് അറിയില്ലായിരുന്നു ശ്രുതി, ഇപ്പോഴാണ് ഞാൻ കണ്ടേ. ആൻറ്റി മൾട്ടി ടാലൻറ്റഡാ, സൂപ്പർ പെർഫോമൻസാ. വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, അതിനുള്ളിൽ നീ എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടുപിടിച്ചു. ഇത്രയും വർഷം കൂടെ നിന്നിട്ടും ഇദ്ദേഹത്തിനതറിയില്ല. ഓ, ആൻറ്റിയുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആൻറ്റി അറിയപ്പെടുന്നൊരു നർത്തകിയായേനെ. ആൻറ്റിയുടെ ഡാൻസ് ചെയ്യാനുള്ള കഴിവ് അങ്കിൾ അറിയാതെ പോയല്ലോ. കഷ്ടം തന്നെ. അതെനിക്കറിയില്ലായിരുന്നോ? കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇവളുടെ നാവാടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ആട്ടം ഇതുവരെ കണ്ടിട്ടില്ല. ഇവരോട് എന്തിനാ ശ്രുതി ഇതൊക്കെ സംസാരിക്കുന്നത്? ഡാൻസിൻ്റെ ABCD അറിയോ നിങ്ങൾക്ക്? ജതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ രവിയേട്ടന്? എന്ത് ജതി? ജതി ഏതാണെന്ന് ചോദിച്ചാ ജാതി അതാണെന്ന് മറുപടി പറയും. ആകെ അറിയും ബസ് ഓടിക്കാൻ. എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബസ്സിൻ്റെ ശബ്ദം കേട്ടില്ലേ ആ ദിവസം ഉറക്കം വരില്ല.
നിനക്കത് ബസ്സിൻ്റെ ശബ്ദമായിരിക്കും, പക്ഷേ എനിക്കത് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും ചന്ദ്ര. ഇപ്പോഴും എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയാൻ പാടില്ല. എനിക്കിഷ്ടമില്ലാത്ത എന്തിനോടും നിനക്ക് പുച്ഛ. അതിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കും. അത് മനുഷ്യനായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ. ആൻറ്റി കുറച്ച് ദിവസം ആടിയാൽ സ്റ്റേജിൽ ആടാൻ പറ്റും, പിന്നെ ആടാൻ പറ്റും. പക്ഷേ കാണാൻ ആളുണ്ടാവരുത്. കൂവല് കേൾക്കില്ലല്ലോ. എൻ്റെ പൊന്നു ചന്ദ്രേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. കേട്ടല്ലോ ശ്രുതി, എൻ്റെ പ്രതിഭ എങ്ങനെയാണ് ഉറങ്ങിപ്പോയെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ആ, ചായ കുടിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അവർ രണ്ടുപേരും പോയ അവിടെ നിന്ന്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അച്ഛന് ചായ കൊണ്ടുവരട്ടെ? എനിക്ക് വേണ്ട മോളെ, ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് കുടിച്ചിട്ട് വന്നതാ. മോള് അമ്മയുടെ ആട്ടം കണ്ടില്ലേ? നടു ഒടിഞ്ഞ് വല്ല ഹോസ്പിറ്റലിലും കിടക്കുമ്പോഴേ പഠിക്കൂ. ശരി മോളെ. പിന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് പറയാണ്, എന്താ പറ്റിയേ, പെട്ടെന്ന് കിട്ടുമോ? അയ്യോ, പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തണമല്ലോ. പിന്നെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്ത് വണ്ടിയുമായിട്ട് എവിടേക്കോ പോവുകയാണ്. അപ്പോൾ വർഷയുടെ കോൾ കണ്ടെടുക്കുകയാണ്. ഹലോ വർഷ, ഇന്നെന്താ നേരത്തെ വിഷന്നോ? അതാണോ വിളിച്ചത്? നീ ഇപ്പോൾ എവിടെയുള്ളേ? ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. അതുവരെ ഒന്ന് പിടിച്ചേക്ക്. അയ്യോ, ഞാൻ ഫുഡിന് വേണ്ടി വിളിച്ചതല്ല. സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴി സ്കൂട്ടർ കേടായി. അതുമായിട്ട് ഞാനിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. സ്കൂട്ടർ റിപ്പയർ ചെയ്ത് കിട്ടാൻ വൈകും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തുകയും വേണം. ഇവിടെയാണെങ്കിൽ ഓട്ടോ ഒന്നും കാണുന്നുമില്ല. ഇഫ് യു ഡോണ്ട് മൈ, എന്നെ വന്ന് പിക്ക് ചെയ്ത് സ്റ്റുഡിയോയിലൊന്ന് ഡ്രോപ്പ് ചെയ്യുമോ? അതിനെന്താ, ഞാൻ വരാം. ഓക്കെ ശ്രീകാന്ത്, താങ്ക്സ്. താനൊന്ന് ആ ലൊക്കേഷൻ അയക്ക്. ഓക്കെ ശ്രീ. അല്പസമയം കൊണ്ട് തന്നെ ശ്രീകാന്ത് അവിടെ അടുത്ത് എത്തി. ഹായ്, നിനക്ക് ബുദ്ധിമുട്ടായോ? ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിലെത്താൻ വൈകുമോ? എനിക്ക് റെസ്റ്റോറൻറ്റിനേക്കാൾ കസ്റ്റമറാണ് മുഖ്യം. ഞാൻ വിളിച്ച ഉടനെ നീ വന്നല്ലോ. ഇങ്ങനെ ഏത് പെണ്ണ് വിളിച്ചാലും നീ പോ. ഒരു പ്രോബ്ലത്തിൽ ആര് ചെന്ന് പെട്ടാലും ഞാൻ പോയി ഹെൽപ്പ് ചെയ്യും. ആര് പെട്ടാലും പോയി ഹെൽപ്പ് ചെയ്യുമോ? അതോ പെൺകുട്ടികളെ മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ? ശരിയായ പെൺകുട്ടികൾ വിളിച്ചാൽ കുറച്ച് നെർവസ് ആവും. അപ്പം വേഗം ചെല്ലും. അപ്പം ഞാൻ സുന്ദരിയാണല്ലേ? അതാണോ വേഗം വന്നേ? അങ്ങനെ എല്ലാ സുന്ദരിമാരും വിളിച്ചാൽ പോകണ്ട കേട്ടോ. എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ, പാവല്ലേ എന്ന് കരുതി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാ. അത് വിട്. ഒരു പ്രോബ്ലം വന്നപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചേ? നിനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലേ? എന്ത്? നിനക്ക് ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലേന്ന്? അല്ല, നീ വിളിച്ചിട്ട് ആരും വരാത്തത് കൊണ്ട് എന്നെ വിളിച്ചതാണോ? എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ ദിവസവും വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് നീ മാത്രം. അവളത് പറഞ്ഞപ്പോൾ അവന് നല്ല സന്തോഷമായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.